ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ ആ എഴുന്നേൽപ്പിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന മറ്റൊരാളാണ് ദുർഗ. ദുർഗയ്ക്കാണെങ്കിൽ ഇതുവരെയായിട്ടും കണ്ണിങ്ങനെ എഴുന്നേറ്റ് നടക്കണം എന്ന് തന്നെയായിരുന്നു ദുർഗ പണ്ടും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ വാമദേവൻ്റെ കുറേ ദുഷ്ടമായ ചിന്തകൾ കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ദുർഗയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദുർഗയ്ക്ക് അതിൽ ഒരുപാട് പശ്ചാത്താപമുണ്ട്. തെറ്റ് ചെയ്ത് ആരാണെങ്കിലും അവർ പിന്നീട് അതിനെ ആലോചിച്ച് പശ്ചാത്തപിക്കുമ്പോഴാണല്ലോ ശരിക്കും അവർ പിന്നീട് മനുഷ്യനായിട്ട് തന്നെ നിൽക്കുന്നതെന്നൊക്കെ ദുർഗ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദുർഗ സ്നേഹിക്കുന്നത് തന്നെ കണ്ണനെയായിരുന്നു. കാരണം കണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദുർഗയ്ക്ക്. ഉണ്ണി ജനിക്കുന്നതിൻ്റെ മുന്നേ, മഞ്ജു ഒക്കെ ജനിക്കുന്നതിന് മുന്നേ താലോലിച്ചതും സ്നേഹം കൊടുത്തതൊക്കെ കണ്ണന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഉണ്ണീനേക്കാൾ ഒരു പടി മേലെ കണ്ണനോട് തന്നെയായിരുന്നു ദുർഗയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അത് പക്ഷേ ചില കാരണം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നമ്മുടെ ദുർഗയ്ക്കാണെങ്കിൽ കണ്ണനെ വീണ്ടും പഴയ പോലെ തന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, മോൻ എന്ത് തീരുമാനമെങ്കിലും വേണമെങ്കിലും എടുത്തു, അമ്മയ്ക്ക് ഒരു വിരോധവും ഇല്ല. എന്തായാലും മോൻ നടന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, എത്ര നാളായി മോൻ നടന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടെ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മേ 3 മാസമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അമ്മയോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്നാൽ ഇപ്പം അമ്മയുടെ മുഖത്തുള്ള ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാത്തിനും കാരണം തോമസ് വൈദ്യനും മാർക്കോയും അവർക്ക് കൂടെ തന്നെയാണ്, പിന്നെ ആനന്ദും ഒക്കെ കൂടെ തന്നെയാണ്. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ മഹിയായിരുന്നു, അവളായിരുന്നു എനിക്ക് തോമസ് സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും. അവൾക്ക് ഞാനായിരുന്നു എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ധൈര്യമൊക്കെ തന്നത് എനിക്ക് അവൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ എനിക്കിപ്പോൾ സാധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനാണേ ദുർഗയോട്. അപ്പോഴേക്കും കരുണയ്ക്കാണെങ്കിലും ഇനിയിപ്പോൾ മറ്റെന്ത് ഭാഗ്യമാണ് മഹാലക്ഷ്മിക്ക് കിട്ടാനുള്ളത്? ആകെയുള്ളൊരു ഭാഗ്യക്കേട് അവളുടെ ഭർത്താവ് വീൽ ചെയറിലായിരുന്നു എന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും അവൾക്ക് മാറിക്കിട്ടി. തനിക്ക് എന്തിനാണ് ഇങ്ങനൊരു ജീവിതം? ആദ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചെന്നും ഇനിയിപ്പോൾ ഒരു സന്തോഷവും എനിക്ക് കിട്ടിയില്ലെന്നും നമ്മുടെ ഉണ്ണിയോട് കരഞ്ഞുകൊണ്ട് ദുർഗയോടും എല്ലാവരോടും നമ്മുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിനി ഇവിടുത്തെ ഒരു ജീവിതം ആവശ്യമില്ല. എന്തായാലും ഇത്രയും കാലം ജീവിച്ചതിന് ഒരർത്ഥവും ഇല്ലാതെ ആയിപ്പോയി. നിങ്ങളെപ്പോലെ ഒരു കിഴങ്ങൻ ഭർത്താവിനെ ആയിപ്പോയല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. പണ്ടൊക്കെ എൻ്റെ പിന്നാലെ ഒരുപാട് ചെക്കന്മാർ നടന്നതാണ്. അവരൊക്കെ മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ അവരുടെയൊക്കെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ, അതിൽ ആരുടെയെങ്കിലും കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിത്തീരില്ലായിരുന്നു. നല്ല പോലെ തന്നെ ഭയങ്കര കോടീശ്വരമായിട്ട് തന്നെ എനിക്ക് ജീവിക്കാമായിരുന്നു. നിങ്ങളെ എന്ന് കല്യാണം കഴിച്ചു അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തിനാ കരുണേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് വയ്യാതിരിക്കുകയാണ്, നീ എന്നെ ഒന്ന് സഹായിക്കുക കട്ടിലിൽ കിടത്താൻ എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കതിനൊന്നും മനസ്സില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയുണ്ട് താഴെ, അവരെ ഇങ്ങനെ വിളിച്ചു തരാം. അവരോട് ചെന്ന് എഴുന്നേക്കാനും എടുക്കാനൊക്കെ പറ. എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ദുർഗ ചോദിക്കുന്നുണ്ട്, ഓ തുടങ്ങിയാലോ അവളുടെ കെട്ടും കിടക്കിയൊക്കെ എടുത്ത് പിന്നെയും വീട്ടിലോട്ട് പോകാൻ. എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, ഇതെടുത്തോണ്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്നൊന്നും നീ വിചാരിക്കേണ്ടതില്ല. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഓ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്വഭാവമൊക്കെ മാറിപ്പോയില്ല അമ്മേ. പണ്ട് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടി വരെ നിങ്ങൾ ശ്രമിച്ചതല്ലേ, ഇപ്പോൾ എന്തിനാ കണ്ണേട്ടനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണയുടെ കാരണം നോക്കി തന്നെ പൊട്ടിക്കുന്നുണ്ട് ദുർഗയാണെങ്കിൽ. കരുണയാണെങ്കിൽ അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ പെട്ടെന്ന് അമ്പരന്ന്, എന്താ അമ്മേ നിങ്ങൾ എന്നെ തല്ലിയോ? എൻ്റെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ അടിയും സഹിച്ച് ഒന്നും തന്നെ ഇവിടെ ജീവിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊക്കെ കരുണ പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്നെ ഇവിടെ ജീവിപ്പിക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. നീ ഒരു കാര്യം കൂടെ കേട്ടോ, അവൻ എന്തായാലും നിന്നോടിപ്പോൾ വലിയ സ്നേഹമൊന്നുമില്ല. പിന്നെ നിൻ്റെ കുഞ്ഞിനോടും, പിന്നെയെന്ന് വെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഒരുപാട് സ്വർണം അവൻ വാങ്ങിയെടുത്തത് കൊണ്ടാണ് വീണ്ടും നിന്നെ സ്വീകരിക്കാൻ അവൻ തയ്യാറായത്. അത് നീ ഒരിക്കലും മറന്നു പോകരുത്. ഇവിടുന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതിനി നടക്കില്ല. ഇവിടെ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരേണ്ടതില്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. കണ്ണൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇവൾക്ക് പണ്ട് മുതലേ ഭയങ്കര അഹങ്കാരമാണ്. എന്തൊരു കാര്യത്തിനും മഹിയെ വേദനിപ്പിക്കാൻ മാത്രമേ ഇവൾക്ക് അറിയുള്ളൂ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ നിന്നെ ലാളിച്ച് വളർത്തിയത് കൊണ്ടാണ് നീ ഇങ്ങനെ വഷളായി പോയത്. തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് തലയിലില്ലേ കരുണ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ. എൻ്റെ കാര്യങ്ങളൊന്നും താൻ നോക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കരുണയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയെ ഞങ്ങൾ ഇവിടുന്ന് ആട്ടി ഇറക്കിയിട്ടുണ്ട്, അവളെ ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാനാ നിൻ്റെ പ്ലാനെങ്കിൽ അത് വേണ്ട ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ നിന്നെയും കൂടെ ഇവിടെ ഇറക്കി വിടേണ്ട ഒരവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ നിന്നെ ഇറക്കി വിടാത്തത്.
കാരണം ഇപ്പം നിനക്ക് വയ്യ, എന്തായാലും കാല് സുഖം ആകുമ്പോഴേക്കും വേറൊരു വീട് നീ കണ്ടെത്തിക്കോ, അതായിരിക്കും നിനക്ക് കുറച്ചുകൂടെ നല്ലത്. സ്വന്തം രക്തത്തിനെ തന്നെയാണ് നീ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് നീ മറന്നു പോകരുത്. അത് നിൻ്റെ സ്വന്തം ചേട്ടനാണ്, അമ്മ മാത്രമേ മാറുന്നുള്ളൂ, അച്ഛൻ ഒന്ന് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ കണ്ണൻ പറയുന്നുണ്ട്, അമ്മേ അവനോട് ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അവനോട് എനിക്കിനി സംസാരിക്കാനോ അവനെ നേരെയാക്കണമെന്നോ ഒരാഗ്രഹം എനിക്കില്ല. പക്ഷെങ്കിൽ അവൻ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ഇത്രയും കാലമായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഉണ്ണി ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്, അമ്മയ്ക്ക് നാണമുണ്ടോ? ഇത്രയും കാലം കണ്ണേട്ടനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ കണ്ണേട്ടൻ്റെ പൈസയൊക്കെ കണ്ടിട്ടില്ലേ അമ്മ ഇങ്ങനെ കണ്ണേട്ടൻ്റെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ. അപ്പോൾ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ എനിക്ക് അവനോട് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ചെറുപ്പം തൊട്ട് നീ വളരുന്ന മുന്നേ അവനെയായിരുന്നു ഞാൻ എൻ്റെ മകനായിട്ട് കണ്ടത്. അത് നിൻ്റെ മാമൻ തന്നെയാണ് ഇല്ലാതാക്കിയത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കുന്നു, അത്രമാത്രം. എനിക്കവനെ ഇപ്പോഴും എൻ്റെ മൂത്ത മകൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും ഞാൻ എതിര് നിൽക്കില്ല. അത് അവൻ്റെ പൈസ കണ്ടിട്ട് ഒന്നും തന്നെയല്ലെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അതിനുശേഷം കരുണാലയത്തിൽ കരുണ എത്തിയിട്ട് മുത്തശ്ശിയോട് അലറി വിളിച്ചുകൊണ്ട് പറയുന്ന, ആ ദുർഗ എന്നെ മുഖത്തടിച്ചു, ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല, ബന്ധം വേർപ്പെടുത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ ദുർഗയോടും പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആകെ മൊത്തം ഒന്ന് അമ്പരക്കുന്നുണ്ട്. കരുണയുടെ ജീവിതം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമോ.